വ്യക്തിയാണ്. വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരു സഹോദരി സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആ വഴിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത് പോലും. അന്ന് മുതൽ എനിക്ക് ഇത്തരം കാറ്റഗറിയിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പം എപ്പോഴും എന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സിനി ടീച്ചർ. ഗോഡ് ബ്ലെസ് യു ടീച്ചർ. എന്നും ടീച്ചറിൻ്റെ ഈ ഒരു നിറഞ്ഞ മനസ്സും ആ എളിമയുള്ള ആ ഒരു പ്രവൃത്തിയും എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ കുട്ടികളിങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ. എനിക്ക് എന്താ പറയേണ്ടത് എന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഗോഡ് ബ്ലെസ് യു ടു ഓൾ. അത് മാത്രമേ പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഡോറ ബ്യൂട്ടി അക്കാദമിയിലെ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ചില കുട്ടികളാണ് ഇത്തരം ഇവരെ എല്ലാവരെയും ഇത്രയും സുന്ദരികളാക്കി നിർത്തിയത്. അതിന് പിന്നില് ഡോറയുടെ തന്നെ അതോറിറ്റിയായ ഡോറ ബ്യൂട്ടി അക്കാദമി അതോറിറ്റിയായ ടീനയും ഹരണിയും ഒക്കെ അവരോടൊപ്പം ചേർന്ന് നിന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. സമയം ഉണ്ടാക്കിയ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇനി തുടർന്ന് ഇതുപോലുള്ള നല്ല പ്രോഗ്രാമുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഒപ്പം ഡോറ ബ്യൂട്ടി വേൾഡിന്റെ ഈ ഒരു സംരംഭത്തിൽ ഓരോ മനസ്സോടു കൂടി തന്നെ നിന്ന മഞ്ജു, അജിത, ഷംനാസ്, അതുപോലുള്ള മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, പിന്നെ ഈ ഒരു പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിച്ച നമ്മുടെ ശ്യാമേട്ടൻ നമ്മുടെ ഈ ഡോറ തുടങ്ങിയ സമയം മുതൽ നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അപ്പം നമുക്ക് അതിനൊരു പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഈ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ആ വാക്ക് ആവർത്തിക്കേണ്ടി വരുവാണ്. ചുക്ക് ചേരാത്ത കഷായങ്ങളാണ് സിനി ടീച്ചറും നമ്മുടെ മെല്ലയും. കാരണം നമ്മുടെ സാധാരണ രീതിയിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാധാരണ രീതിയിൽ ചില രാഷ്ട്രീയക്കാരെ വിളിക്കുമ്പോൾ അവർ എന്തെങ്കിലും മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ റോജി സാറിനെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എല്ലാ കുഞ്ഞു പരിപാടികളിലും അവിടെ ഉണ്ടാകും. ഈ ഒരു ഇത്തരം ജനസമ്മതിദായകരെയാണ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സംരംഭത്തിനും എല്ലാത്തിനും നമ്മളോടൊപ്പം കൂട്ടുനിൽക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനസംവിധായകരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുതിക്കാൻ തോന്നും. അപ്പം പിന്നെ സിനി ടീച്ചർ, അതുപോലെ തന്നെ ഞങ്ങൾ ഇതൊരു ലഹരി വിരുദ്ധ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അധികം നീട്ടുന്നില്ല, കാരണം ഒരുപാട് തിരക്കുള്ള പ്രോഗ്രാമിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പിയാണ്. സംസാരിക്കുന്നതിനായി അവരുടെ ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഇവിടെ ബഹുമാനിയായ രഞ്ജുമാർ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും ഇതുപോലെ ഒരു റാമ്പ് വാക്കിന് അവരെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഉദ്യമം തന്നെയാണ്. രഞ്ജു ടീച്ചർ ഞങ്ങളെ അയൽവക്കമാണ്. എന്തായാലും ടീച്ചർ കോഴിക്കോട് സ്കൂളിന്റെ ചുമതല ഏറ്റെടുത്ത് നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് സജ്ജമാക്കി എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവരും ഓണക്കൂടി കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഡോറ ബ്യൂട്ടി അക്കാദമി, ഡോറ ബ്യൂട്ടി വേൾഡ് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഏറെ എല്ലാവരുടെയും അംഗീകാരം പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഈ മേഖലയില് ഇന്ന് ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാവർക്കും പറയും. അപ്പൊ ഈ ഡോറയിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് അതിന് അവരും തയ്യാറായി എന്നുള്ളതിലേറെ സന്തോഷമുണ്ട്. അപ്പോ നമ്മുടെ ഈ മിടുക്കന്മാരെയും രീതികളെയും ഒക്കെ ഇത്തരത്തില് അണിയിച്ചൊരുക്കി എന്താ പറയുക ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള നല്ല ഭംഗിയായി ഇവരെ ഇതിനെ ക്രമീകരിക്കാൻ മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ വളരെ സ്നേഹപൂർവ്വം നടത്തുന്നു. നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിനായി മുനിസിപ്പൽ ചെയർമാൻ ശിവപോയ അവരുടെ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനിയായ MLA ശ്രീ റോജിയെത്തും മറ്റ് വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഡോറ ബ്യൂട്ടി അക്കാദമി തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ നല്ല മഞ്ജുനോട് സൂചിപ്പിക്കുകയുണ്ടായി, ഞങ്ങളുടെ വഴിയിൽ ഇതുപോലൊരു ഗേൾസ് സ്കൂളുണ്ട്. കാര്യം എല്ലാവരും അവരെ ഇതുപോലെ പല രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു ദിവസം അവിടെ നിന്ന് ഇപ്പോൾ കണ്ടാൽ എന്ത് സുന്ദരപരമായിട്ടുള്ള ഇരിക്കണം. 9 മണിക്ക് തുടങ്ങി മേക്കപ്പ് എത്ര സമയം 12 വരെ 3 മണിക്കൂർ എടുത്തിട്ടാണ് ഈ മേക്കപ്പ് പൂർത്തീകരിച്ചത്. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാവർക്കും ആശംസകൾ നൽകുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗമാരി MLA ശ്രീ റോജി അവരുടെ, നഗരസഭാ പിതാവ് അഡ്വക്കേറ്റ് ശിവകുമാർ അവരുടെ, ഡോറ ബ്യൂട്ടി അക്കാദമി മാനേജിംഗ് ഡയറക്ടർ രഞ്ജന, KSRTC ഡിപ്പോ സൂപ്രണ്ട് ശ്രീമതി ജാൻസി വർഗീസ്, അഞ്ജു ടീച്ചർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം. ഇവരുടെ മാതൃകയിലെ അഭിനന്ദനത്തിന്റെ ആശംസകൾ നേരുകയാണ്. ഇന്ന് ഇവിടെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിലെ മാലാഖമാർ ഡിഫറെന്റ്ലി ഏബിൾ, ഭിന്നമായ ശേഷിയുള്ള മക്കൾ, ഇതിനെന്ന് പറയുന്ന ബഡ്സ് സ്കൂളിലെ മക്കൾ ഇന്ന് സുന്ദരന്മാരും സുന്ദരികളായിട്ടും ഒക്കെ ഇവിടെ ഇരിക്കുകയാണ്. പ്രായം എത്രയായാലും നമ്മുടെ മനസ്സിലൊരു ഇതുണ്ട്, നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരിയായി അല്ലെങ്കിൽ സുന്ദരനായിട്ട് നടക്കണമെന്നുള്ളത്, ഇത്തിരി മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കണമെന്ന് എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. ഇന്ന് ഡോറ എന്നുള്ള ഈ ബ്യൂട്ടി കെയർ ഇന്ന് ഈ മക്കൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. ഡോറ എന്നുള്ള ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സംരംഭം ഇന്ന് അങ്കമാലിയിലെ മുഖച്ഛായയായി തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു അങ്കമാലിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഡോറയുടെയും ഒരു ഐക്കൺ കണ്ടു എന്നുള്ളതാണ്. അങ്കമാലി എന്ന് പറയുമ്പോൾ ഡോറ എന്നുള്ളതും ഒരു ഐക്കണായി മാറി എന്നുള്ളതാണ്. ഒത്തിരി പ്രതിസന്ധികളുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ ഇടയിൽ ആ സംഘടനകളുടെ മുമ്പിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇന്ന് സമൂഹത്തിന്, സ്ത്രീകൾക്ക്, മറ്റുള്ളവർക്ക് മാതൃകയായി ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യ തേജസ്സാണ് നമ്മുടെ രഞ്ജന എന്ന് പറയും. കാരണം നാം ഞാനും കൂടി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ കോൺഗ്രസ് പ്രസ്ഥാനമായിക്കോട്ടെ, കഴിഞ്ഞ 3 വർഷമൊക്കെ ഞങ്ങളുടെ പ്രസിഡന്റൊക്കെ മാം ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് 10,000 രൂപയ്ക്ക് മാമാണ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തത്. അത് വെച്ച് ഞങ്ങള് മറ്റുള്ളവരെ സഹായിക്കാൻ വാർഡടിസ്ഥാനത്തിലോ ബൂത്തടിസ്ഥാനത്തിലോ ഒന്നുമല്ല, ഞങ്ങൾ മറ്റുള്ളവരിലേക്ക്, ക്യാൻസർ പേഷ്യൻസ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, മറ്റുള്ളവരിലേക്ക് അതിൽ നിന്ന് ലഭിച്ച ലാഭം കൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞുള്ളതാണ്. ഇനി മക്കളുടെ മുഖം വളരെ സുന്ദരമായി തീർന്നതിന്റെ പിന്നിലെ ഒരു കരുതൽ അല്ലെങ്കിൽ ആ കാരുണ്യ സ്പർശം നീട്ടുവാൻ സാധിച്ചത് ഇന്ന് രഞ്ജുമ ഈ ഫ്ലോറിൽ നിൽക്കുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരിലേക്ക് കരസ്പർശനമേകുവാൻ, കരുതലാകുവാനായിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയാകുവാനായിട്ട് രഞ്ജുമയ്ക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോറ ബ്യൂട്ടി കെയർ ആൻഡ് അക്കാദമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ ഇതിന് മുൻകൈയെടുത്ത അഞ്ജു ടീച്ചർക്കും, ഒപ്പം തന്നെ ഇതിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായ രഞ്ജുനാലിന് അത് അനുമതി നൽകുവാനായിട്ടും തോന്നിയ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, എന്നാണ് തമ്പ്രാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു മാം. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി KSRTC സൂപ്രണ്ട് ജാൻസി മാമിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട MLA റോജി സാർ, ചെയർമാൻ ഷോയ് സാർ, സിനി മാഡം, രഞ്ജു മാഡം, ടീച്ചർ, പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അത്തമാണ്. ഈ അത്തത്തിന് എനിക്ക് വലിയ സങ്കടമായിരുന്നു. രാവിലെ ഈ പൂക്കൾ അധികമൊന്നും പൂന്തോട്ടത്തിലില്ല. അപ്പൊ ഞാൻ സത്യത്തിൽ എന്റെ ചെറുപ്പകാലത്തേക്ക് പോയി അത്തം 1 തന്നെ അത്തത്തിന് തന്നെ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ചെറുപ്പമൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് എന്തായാലും ഇവിടെ വന്നപ്പോ എത്ര പൂക്കളുണ്ടെന്ന് എനിക്കറിയില്ല. വിവിധ തരത്തിലുള്ള പൂക്കളെ ഇതുപോലെ നമുക്കിങ്ങനെ പൂക്കളം ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച വളരെ സന്തോഷം
തോന്നുന്നു. കാരണം നമ്മളിപ്പോഴും നമുക്കിടെ പോരായ്മകൾ അല്ലെങ്കിൽ നമുക്ക് കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് ദൈവം തന്നിരിക്കുന്ന കഴിവുകളല്ല, പോരായ്മകൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്ന ഈ ഒരു അവസരത്തില് അല്ലെങ്കിൽ ഈ ലോകത്തില് ഇതുപോലെയുള്ള പൊന്നുമക്കളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ മക്കളെ നോക്കുന്ന മാതാപിതാക്കളെ പറ്റി എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇവരെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാ പറയാ. കാരണം ഈ മക്കളെ നോക്കാൻ വേണ്ടി ഭാഗ്യം ചെയ്ത മാതാപിതാക്കളെ അവരെ ഞാൻ ഈ നിമിഷം നോക്കുകയാണ്. കാരണം അറിയാലോ, നമുക്കറിയാം, നമുക്ക് ഒത്തിരി ഒതുങ്ങിയാലും പോരാ എന്നുള്ള ഒരു വിഷമം ഇപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ഡോറ പോലെയുള്ള ബ്യൂട്ടി പാർലറൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു അവസരത്തില് ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോറയിലെ രഞ്ജു മാഡവും അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചറും എല്ലാവരും മുൻകൈ എടുത്ത് ഇന്ന് ഈ അത്തത്തിന്റെ അന്ന് തന്നെ ഈ ഓണാഘോഷത്തിന്റെ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും അവരെ പരിഗണിച്ചതിന് ഞാൻ ഈ ഒരു സ്ഥാപനത്തോട് പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA പറ്റി ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇതേപോലെയുള്ള ഈ അവസരങ്ങളിലെല്ലാം ഓടിയെത്താൻ എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ ഇപ്പൊ നേരത്തെ രഞ്ജിമാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് അവസരത്തിലും നമ്മോടൊപ്പം ഉള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പൊ KSRTC സംബന്ധിച്ച് ഞങ്ങളും ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന MLAക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു നന്ദിയുടെ വാക്ക് അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ അതുപോലെ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. ഞാൻ KSRTC സൂപ്രണ്ട് ആണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ ഉദ്ഘാടന ചടങ്ങിൽ പോലും നാട്ടിൽ എനിക്ക് സംബന്ധിക്കാൻ പറ്റും. അന്ന് മുതൽ ഇന്ന് വരെ ഡോറ എന്ന സ്ഥാപനം നദിയിലേക്ക് തന്നെ പോകുന്നു. എല്ലാ ആശംസകളും ഡോറയ്ക്ക് നേരുകയാണ്. KSRTC ദിനം പ്രതി ഇതുപോലെയുള്ള മക്കള് യാത്രാ പാസിന് വേണ്ടി വരും. ഞാൻ അവരെ വരുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, എൻ്റെ അടുത്തൊരു കസേര ഇട്ടിരുത്തും. പരമാവധി ഞാൻ അവരുടെ നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ നോക്കും, പക്ഷെ പറ്റാറില്ല പലപ്പോഴും. പക്ഷെ ഈ മക്കളെ എനിക്ക് ദിനം പ്രതി കാണാൻ പറ്റുന്നവരുടെ ദൈവാനുഗ്രഹമായി കാണുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയ ഇവിടുത്തെ ബ്യൂട്ടീഷ്യന്മാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രത്യേക ആശംസകളും എന്താ പറയേണ്ടത് ആക്ച്വലി എനിക്ക് അറിയില്ല. കാരണം ഞാൻ അത്രയും സന്തോഷത്തിലാണ്. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 7 വർഷമായി. പക്ഷെ ഇത്രയും ഞാൻ സന്തോഷിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. അതിന് സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അതിലുപരിയായിട്ട് എന്റെ ഒപ്പം നിന്ന, അതായത് എനിക്കിങ്ങനെ ആഗ്രഹം മനസ്സിൽ തോന്നി കുട്ടികളെ ഒന്ന് അറേഞ്ച് ഒന്ന് ഒരുക്കണം എന്ന് തോന്നി. നമ്മൾ കാര്യം സ്കൂളുകളുടെ പ്രോഗ്രാമിന് ഒരുക്കാറുണ്ട്. അത് നമ്മുടേതായ രീതിയിലാണ് നമ്മൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിലാണ് ചെയ്യാറ്. അതിലുപരി എനിക്കിങ്ങനെ കുട്ടികളൊന്ന് മേക്കപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം എന്റെ വീടിനടുത്തുള്ള എന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ എല്ലാവരും ഞങ്ങളുടെ ശ്യാം ചേട്ടനെ തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ശ്യാം ചേട്ടാ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഡോറയിൽ ചോദിക്കാമോ എന്നാണ് ചോദിച്ചത്. ഞാനൊരു മെസ്സേജ് അയച്ച് അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചു, ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോ വീണ്ടും കൂടെ വിളിച്ച് ചോദിച്ചു, ചേട്ടൻ കാര്യം എന്താണെന്ന് പറയണം, ഡോറ ബ്യൂട്ടി പാർലറാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വരെ പറഞ്ഞപ്പോൾ അതേ നമുക്ക് ചെയ്യാം ഉള്ള രീതിയിലാണ് ചേട്ടൻ ഉറപ്പ് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ തന്നെ ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് എന്താണെന്ന് അറിയില്ല, ടീച്ചറിനെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അതിന് വേണ്ടി സന്തോഷം. അതിന് വേണ്ടിയിട്ട് മഞ്ജുമാന്റെ നമ്പർ തന്നു, മഞ്ജുമാനെ കോൺടാക്ട് ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ദിവസം എപ്പോഴെങ്കിലും ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒന്ന് വന്ന് കുട്ടികളൊന്ന് ടച്ചപ്പ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളെന്താ പറയാ, ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടുമെന്ന് പറയില്ലേ, അതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് നടന്നത്. ഞാൻ എന്റെ സ്കൂളില് നമ്മുടെ സൗകര്യത്തിൽ ആ ഒരു ഇതിൽ നിന്ന് ഒന്ന് ടച്ചപ്പ് ചെയ്യാമോ, ഒന്ന് മേക്കപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ മാഡം സ്കൂളിലേക്ക് വന്ന് സ്കൂള് കണ്ട് കുട്ടികൾക്ക് സ്വീറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെയല്ല, നമുക്ക് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് റാമ്പ് റാപ്പൊക്കെ ആയിട്ട് കുട്ടികളെ ഒന്ന് ചെയ്യിപ്പിച്ച് സെറ്റാക്കി എടുക്കാം, ടീച്ചർ ഒന്നും വേണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോ എനിക്കപ്പോ ടെൻഷനായി, എങ്ങനെയാണെങ്കിൽ ഇത് അപ്രൂവൽ കാര്യങ്ങളൊക്കെ പഞ്ചായത്തിനൊക്കെ പറയാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോ കോപ്പടി പഠിച്ച സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലാണ് പഠിച്ച സ്കൂള്. അപ്പൊ നമ്മുടെ മാഡത്തിനോട് ഞാൻ ചോദിച്ചു, മായ കൃഷ്ണ മാമിനോട് ചോദിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാമോ, കുട്ടികളെ ചെയ്യാമോ എന്ന് വെച്ചാൽ മാഡം പറഞ്ഞു, അതിനെന്താ ടീച്ചറെ നമുക്ക് ചെയ്യാം, അത് അവർക്കൊരു ആഗ്രഹമല്ലേ, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ സെക്രട്ടറി സാർ എല്ലാവരോടും സംസാരിച്ചാലും ഓക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വന്നത്. ഞാനപ്പോ അവരോട് പറഞ്ഞത് തിരക്കൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ദിവസം
ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് തന്നെ ഒരു അവസരം എനിക്ക് തന്നതിന് എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ആരോടാ നന്ദി പറയേണ്ടതെന്നുണ്ട്. ശ്യാമചേട്ടനോടാണോ, മഞ്ജുനാഥനോടാണോ, രഞ്ജനാഥനോടാണോ, ദൈവത്തോടാണോ, എനിക്കറിയില്ല ആരോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. എല്ലാവരോടും ഒറ്റ വാക്കില് എന്റെ കുട്ടികൾക്കിടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അയച്ചു. പിന്നെ എന്റെ പേര് അങ്കമാലിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്കമാലിയുടെ ഒരു സ്ഥാപനം തിരഞ്ഞെടുത്തത്. റോജിയം സാറിനോടൊന്നും എനിക്ക് ഒരിക്കലും നന്ദി പറയാൻ പറ്റില്ല. എനിക്ക് നന്ദി പറയാൻ അറിയല്ല, അതും കിടപ്പാടും സ്നേഹം എന്നുണ്ട് റോജിയം സാറിനോട്. MLA സാറിനോട് ഉപരി ഞങ്ങളുടെ ചേട്ടനായിട്ട് തന്നെയാണ് എല്ലാ പരിപാടിക്കും വരുന്ന സാറാണ്. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവരോടും വിശിഷ്ടത്തിലുള്ള എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കും. താങ്ക് യു. സന്ദർഭമാകുമ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ പറയുന്നു അല്ലേ. നിങ്ങൾക്ക് ഇന്ന് മാലാഖ കുട്ടികളെയാണെന്ന് ഒരുക്കാൻ കിട്ടിയിരിക്കുന്നത് അക്കാഡമിയിൽ പ്രവർത്തിക്കുന്നത്. ഇവരൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവന്റെ മൂല്യം, നമ്മുടെ കഴിവുകളൊക്കെ ഓർക്കാനുള്ള സമയം കൂടിയാണ്. നമ്മൾ വില കൊടുക്കാത്ത പല കാര്യങ്ങളിലും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ജീവന്റെ വിലയെ കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ഈ റാങ്കാഘോഷം നമ്മെ ഓർപ്പിക്കുന്ന യഥാർത്ഥ സൗന്ദര്യ പ്രദേശത്തിൽ നിന്ന് ഒരുങ്ങുന്ന എന്നതാണ്. വൈവിധ്യങ്ങളായ കഴിവുകളുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവിനെ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയിലുപരി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അവരുടെ ഈ പ്രകടനം കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കുവാനും അതോടൊപ്പം ഈ കുട്ടികൾക്ക് ഇതിൽ തന്നെയുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും സാധിക്കുക, അതിലൂടെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡോറ ബ്യൂട്ടി അക്കാഡമി ഇത്തരത്തിലുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഈ മാലാഖ കുഞ്ഞുങ്ങളെ അവരുടെ ഓരോ ചുവടുകളിലും ആത്മവിശ്വാസവും ധൈര്യവും നിറച്ച് നമ്മെ പ്രചോദിപ്പിച്ച നിമിഷങ്ങളാണ് ഇനി വരുന്നത്. ഈശ്വരൻ ഈ മക്കളെ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. നമുക്ക് അതിഥികൾക്കും ഇവിടുത്തെ എത്തിയിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു.
എത്തിയ ന്യൂസ് ചാനൽസ്, അങ്കമാലി ന്യൂസ് ക്ലബ്, അങ്കമാലിയുടെ ശബ്ദം എന്നീ ന്യൂസ് ചാനൽസിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു.
തോപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ മാഡം, നമ്മുടെ മെമ്പർമാരും സിനിമ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളെ കൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് രാമാർഗ ചെയ്യിപ്പിച്ച് കാണാം.